നേരം സന്ധ്യ കഴിഞ്ഞു. മലയിറക്കിൽ നിന്നും പാത്തും പതുങ്ങിയും ആ 3 പേർ കുന്നുകയറാൻ ആരംഭിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ മലബാർ കളക്ടറുടെ ആ ബംഗ്ലാവായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അത് വെസ്റ്റ് ഹില്ലിലെ ആ പ്രകൃതിക്ക് പോലും അറിയില്ലായിരുന്നു. അന്ന് അവിടെ താമസിച്ചിരുന്നത് മലബാർ കളക്ടറായിരുന്ന ഹെൻറി വലന്റൈൻ കനോലിയായിരുന്നു. നാട്ടിൻ പുറത്തുകാരായ ആ 3 പേർ തന്നെ കാണാൻ വന്നത് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണെന്ന് മനസ്സിലാക്കാൻ ബ്രിട്ടീഷ് മലബാറിലെ ആ ഉയർന്ന ഉദ്യോഗസ്ഥന് സാധിച്ചില്ല. കുറച്ചു നാൾ മുമ്പ് ജയിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടവരായിരുന്നു ആ 3 പേരും. ആ ദുരന്ത രാത്രിയിൽ ആകാശവും ഭൂമിയും ഒരേപോലെ ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്നിവിടെ പറയുന്നത് ഒരു കൊലപാതകത്തിൻ്റെ കഥയാണ്, ഒരു പ്രതികാരത്തിൻ്റെയും. 1855 സെപ്റ്റംബർ 11 വ്യാഴാഴ്ച രാത്രി കലക്ടറുടെ ബംഗ്ലാവ്. സമയം ഏകദേശം രാത്രി 9 മണി. തൻ്റെ അന്നത്തെ കൃത്യനിർവഹണത്തിനു ശേഷം കനോലി ഭാര്യയോടൊത്ത് വരാന്തയിൽ വിശ്രമത്തിലായിരുന്നു. കനോലി ഒരു സാധാരണ കലക്ടർ മാത്രമായിരുന്നില്ല, അസാമാന്യമായ ദിശാബോധമുള്ള ഒരു ഭരണ നിപുണൻ കൂടിയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പല നിർമ്മിതികളും അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ പ്രതിഫലനങ്ങൾ കൂടിയാണ്. നിലമ്പൂരിലെ തേക്കുതോട്ടവും കോഴിക്കോട്ടെ കനോലി കനാലും അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം. ഇവ കോഴിക്കോടിൻ്റെ വ്യാപാര മാർഗങ്ങൾക്കും വ്യാപാര അവസരങ്ങൾക്കും പുതിയ വഴികൾ തുറന്നു. എന്നാൽ ഈ വികസനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു, നികുതികൾ കൂട്ടി, ചില പള്ളികൾ പൊളിച്ചു. ഇതെല്ലാം പ്രദേശത്തെ മാപ്പിള സമുദായത്തിൽ അദ്ദേഹത്തോട് ആഴത്തിലുള്ള വിരോധം വളർത്തി. മമ്പുറം പള്ളിയിലെ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ടല്ല തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് അണിനിരുന്നതെന്നാണ് ജനങ്ങളുടെ പക്ഷം. എന്നാൽ പൂക്കോയ തങ്ങൾക്കെതിരെ കനത്ത നടപടികളുമായി ബ്രിട്ടീഷ് ഭരണാധികാരികൾ രംഗത്തെത്തി. സയ്യിദ് പൂക്കോയ തങ്ങളെ നാട് കടത്താൻ വിധിയായി. ഇത് ഏറനാട്ടിലെ മാപ്പിള സമുദായത്തിനിടയിൽ പ്രതികാരത്തിൻ്റെ ജ്വാല ആളിക്കത്താൻ കാരണമായി. ആ വിധി പുറപ്പെടുവിച്ചത് കനോലിയായിരുന്നു. ജയിൽ ശിക്ഷയിൽ നിന്ന് മുമ്പ് രക്ഷപ്പെട്ടിരുന്ന 3 പേർ: വളശ്ശേരി എമാലു, പുളിയംകുന്നത്ത് തേനു, ചെമ്പൻ മൊയ്തീൻ കുട്ടി. ഈ 3 പേരും കനോലിയെ വധിക്കാൻ സൂക്ഷ്മമായ പദ്ധതി തയ്യാറാക്കി. അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിനായി നീതി തേടണമെന്ന പ്രതികാര ബുദ്ധിയാണ് അവരെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആ രാത്രി ഏകദേശം 9 മണിക്ക് പെറ്റീഷൻ സമർപ്പിക്കാനായി വന്നതുപോലെ നടിച്ച് 3 പേരും കനോലിയുടെ ബംഗ്ലാവിലെത്തി. അവരൊന്നും അറിയാത്തവരെ പോലെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്കെത്തി. പെട്ടെന്ന് മൂർച്ചയേറിയ വടിവാളുകൾ മിന്നി. അപ്രതീക്ഷിതമായ നിലവിളികൾ രാത്രിയെ കീറിയെടുത്തു. കനോലിയെ രക്ഷിക്കാൻ വന്ന ഭൃത്യൻ്റെ കൈപ്പത്തി വെട്ടേറ്റ് വീണു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഘാതകർ മുറിയിലിട്ട് പൂട്ടി. തലങ്ങും വിലങ്ങും വെട്ടേറ്റ കനോലി ചോര വാർന്നു മരിച്ചു. ഒരു ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ ദാരുണമായ ഒരു അന്ത്യമായിരുന്നു അത്. ഈ കൊലപാതകം കോഴിക്കോടിനെ നടുക്കി. പ്രതികളെ പിടികൂടാൻ ബ്രിട്ടീഷ് സേന തലങ്ങും വിലങ്ങും തിരച്ചിൽ തുടങ്ങി. 6 ദിവസത്തിനുള്ളിൽ ആ 3 പേരും വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ജനങ്ങൾക്കിടയിൽ ഭീതി ഉണർത്താനായി പൊതുസ്ഥലത്ത് വെച്ചാണ് ഇവരെ വെടിവെച്ച് കൊന്നത്. എടവണ്ണപ്പാറയിൽ വെച്ചാണ് ഇവർ കൊല്ലപ്പെട്ടത്. എന്നാൽ പൊതുജനങ്ങൾ ഇവരെ വീരനായകന്മാരായി കണക്കാക്കി. കനോലി കനാൽ ഇപ്പോഴും കോഴിക്കോടിൻ്റെ നഗര ഹൃദയത്തിലൂടെ അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണവൈദഗ്ധ്യത്തിൻ്റെ ഒരു സ്മാരകം പോലെ. കർക്കശമായ തീരുമാനങ്ങളും അടിച്ചമർത്തലുകളും ദേശീയതയുടെ ഉയർത്തെഴുന്നേൽപ്പും കനോലിക്ക് വിനയായി മാറി. കൊലപാതകം നടത്തിയ 3 പേർ നാടിൻ്റെ വീരനായകരും. വെസ്റ്റ് ഹില്ലിലെ ആ ബംഗ്ലാവിൽ വാൾത്തലപ്പിൻ്റെ സീൽക്കാരങ്ങൾ ഇന്നും ഇരുട്ടിന് കീറി മുറിക്കുന്നുണ്ടാവാം. ആ നിലവിളികൾ പ്രദേശവാസികൾ ഇന്നും കേൾക്കുന്നുണ്ടാവുമോ?
മാഞ്ഞുപോയ ചരിത്രങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മടിക്കില്ലല്ലോ.